കിഷ്കിന്ധാകാന്ഡ എന്ന് പറയുന്ന 2024 ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ആസിഫ് അലിയും പ്രീസ്റ്റ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജോഫിൻ ഡി ചാക്കോയും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാവുന്ന ഈ ഒരു സിനിമയെക്കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ആസിഫ് അലിയെ കേന്ദ്ര കഥാപാത്രമാക്കി ജോഫിൻ ഡി ചാക്കോ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെതായിട്ട് പുറത്തുവന്ന ഓരോ പോസ്റ്ററുകളും കൊണ്ട് വരെ ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. കാവ്യ ഫിലിം കമ്പനി ആൻ മെഗാ മീഡിയ എന്നീ ബാനറുകളിലായിട്ട് വേണു കുന്നപ്പള്ളിയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രം ജനുവരി 9 തിയേറ്ററിൽ തരുന്നത്. ഇപ്പോൾ ചിത്രത്തിനെക്കുറിച്ച് സംവിധായകനായിട്ടുള്ള ജോഫിൻ ഡി ചാക്കോ അതോടൊപ്പം തന്നെ ആസിഫ് അലി തുടങ്ങിയവരുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് മാറുന്നത്. ചിത്രത്തിനെക്കുറിച്ച് സംവിധായകൻ പറഞ്ഞ് ഇങ്ങനെയാണ്: രേഖാചിത്രം ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ അല്ല, ഇത് ഭയങ്കര ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്വഭാവമുള്ള ഒരു ക്ലൂവിൽ നിന്ന് അടുത്ത ക്ലൂവിലേക്ക് പോകുന്ന അങ്ങനെയുള്ള ഒരു ടൈപ്പ് സിനിമയല്ല. അടുത്തത് എന്ത് നടക്കും എന്ന് ഒരു ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടാകില്ല. ഇത് സസ്പെൻസ് ഇല്ല, ട്വിസ്റ്റ് ഇല്ല, ഇന്റർവൽ പഞ്ച് ഇല്ല. പക്ഷേ ഇതിൽ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരെ ഇമോഷണലി കണക്റ്റ് ആകും. അത്രയ്ക്ക് നല്ല സ്ക്രീൻ പ്ലേ ആണ് എന്നാണ് സംവിധായകൻ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതേസമയം അധികം കാണാത്ത ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ജേണറിൽ വരുന്ന പടമാണ് ഇത്. മരിച്ചത് ആരാണെന്നും കൊന്നത് ആരാണെന്നും സ്റ്റോറി ലൈനിൽ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നതാണ് ഈ ചിത്രത്തിന്റെ പുതുമ. മരണപ്പെട്ട ആളെ എപ്പോൾ കാണിക്കുന്നു, കൊന്ന ആളെ എപ്പോൾ കാണിക്കുന്നു, എങ്ങനെ കൊന്നു എന്ന് എപ്പോൾ കാണിക്കുന്നു, ഇതിന്റെ ടൈം ലൈനിൽ വരുന്ന ഡിഫറൻസ് ആണ് സ്ക്രീൻ പ്ലേയുടെ ബ്രില്യൻസ് എന്നാണ് ജോഫിൻ ഡി ചാക്കോ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ആസിഫ് അലി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ കഥ കേട്ടപ്പോൾ ഒരു വാവ് ഫാക്ടർ ഫീൽ ചെയ്തെങ്കിലും ഇത് എങ്ങനെ ചിത്രീകരിക്കും എന്നതായിരുന്നു ചിന്തിച്ചത്. പ്രാക്ടിക്കലി നല്ല പാടാണ്, എന്നാൽ അത് സാധിച്ചു എന്നാണ് ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ചിത്രത്തിൻ്റെതായിട്ട് ഇതുവരെ പുറത്തുവിട്ട ട്രെയിലറിനും ടീസറിനും ട്രെയിലറിനും എല്ലാം തന്നെ വലിയ രീതിയിലുള്ളൊരു സോഷ്യൽ മീഡിയ പിന്തുണ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. നായികയായിട്ട് അനശ്വര രാജൻ, അതോടൊപ്പം തന്നെ മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്, ഹരിശ്രീ അച്ഛൻ തുടങ്ങിയവർ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിദ്ദിഖ്, ഫാമ അരുൺ, ജഗദീഷ്, സായികുമാർ, ശ്രീകാന്ത് മുരളി, നിഷാന്ത് സാഗർ, പ്രേം പ്രകാശ്, സുധീക് കോപ്പ തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ അണിനിരക്കുന്ന ചിത്രം കൂടിയാണ് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ, നാളെയാണ് ചിത്രം തിയേറ്ററിലോട്ട് എത്തുന്നത്. സംവിധായകന്റെ അതോടൊപ്പം തന്നെ നായകന്റെ പറഞ്ഞ വാക്കുകൾ സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഒരു പുതുമ സമ്മാനിക്കുന്ന 2025 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് രേഖാചിത്രം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാൻ ചിത്രത്തിനായിട്ട്. അപ്പം നിങ്ങൾ എത്ര പേരാണ് രേഖാചിത്രം എന്ന് പറയുന്ന മലയാള സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.